ഇന്ന് ദുർഗാഷ്ടമിയാണ്. 6:12 മുതൽ 7:20 വരെയുള്ള സമയത്താണ് പൂജവെപ്പ് നടക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും ദിസ്ന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിസ്ന, എങ്ങനെയാണ് അവിടെ ആഘോഷങ്ങളൊക്കെ? വലിയ ജനത്തിരക്ക്, ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് പൂജപ്പുര സരസ്വതി മണ്ഡപം. എങ്ങനെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ? തീർച്ചയായും നീലിമ, വലിയ തിരക്കു തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വൈകുന്നേരം മുതൽ വലിയ ഭക്തജന തിരക്ക്. ദേവിയെ കണ്ട് അനുഗ്രഹം തേടി പോകുവാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. നമുക്കറിയാം, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി അറിവിൻ്റെ വെളിച്ചം പകരുന്ന കാലമാണ് നവരാത്രി. അതോടൊപ്പം തന്നെ പൂജ വയ്ക്കുന്ന ദിവസം കൂടിയാണത്. വലിയ തിരക്കു തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു മടങ്ങി അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവിടെയാണ് പൂജവെപ്പിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത്. ഇവിടെ ബുക്കുകളും പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ പൂജയ്ക്കായി വെക്കുന്നു. നമ്മൾ കണ്ടതാണ് അല്പസമയം മുൻപ് ക്ഷേത്രം തന്ത്രി ഇവിടെ വന്ന് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ഭക്തജന തിരക്കാണുള്ളത്. നമ്മളോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, എന്തൊക്കെ ക്രമീകരണങ്ങൾ കഴിഞ്ഞു? തീർച്ചയായിട്ടും നമ്മളെ ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി വലിയൊരു തിരക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ, ഏകദേശം ഒരു നമ്മുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 10 ലക്ഷത്തിന് മേലെ, ഒരു 10-15 ലക്ഷത്തിന് മേലെയുള്ള ആൾക്കാരാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇപ്പോൾ വിദ്യാരംഭത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിനായി ഇന്ന് പുസ്തക പൂജയുടെ ഇത് കൃത്യം 6:45 ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ മേൽശാന്തി ഇവിടെ പൂജിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെടുക്കുന്നത് 2-ാം തീയതി രാവിലെ 5:30 മണിക്കാണ്. അതേമാതിരി തന്നെ 2-ാം തീയതി രാവിലെ കുരുന്നുകൾക്ക് അക്ഷരം കുറിക്കുന്ന പരിപാടിയുണ്ട്. 50ഓളം ഗുരുക്കന്മാരാണ് അവിടെ വരുന്നത്. അത് കൽമണ്ഡപത്തിൽ കൃത്യമായും ക്ഷേത്രതന്ത്രി ഇവിടെ അക്ഷരം കുറിക്കുന്നതോടെ 5:30 മണിക്ക് കൽമണ്ഡപത്തിൽ വിദ്യാരംഭം കുറിക്കും. 1500 കുരുന്നുകളാണ് ഇക്കുറി വിദ്യാരംഭത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയൊരു ഭക്തജന തിരക്കാണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം, ബുക്കുകൾ തന്നെ ഇവിടെ 1500-ന് മേലെ, 1500-1600 ബുക്കിന് മേലെ വരുന്നുണ്ട്. ഇതിനെല്ലാം ചിട്ടയായ പ്രവർത്തനമാണ് ജനകീയ സമിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നൊരു ഇതാണ് ജനകീയ സമിതി. ഇതെല്ലാം ദേവിയുടെ നടയിൽ എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നവിടെ എല്ലാം. തീർച്ചയായിട്ടും ഇത് നാട്ടുകാരുടെയും അത് ജനകീയ സമിതിയുടെയും ഒരു ഐക്യമാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വരുന്ന നവരാത്രി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവമായിരിക്കും നവരാത്രി ഉത്സവം. അതുകൂടാതെ തന്നെ പുറത്തും സംഗീതാർച്ചന ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ രാവിലെ കുരുന്നുകൾക്ക് അധ്യക്ഷരം കുറിച്ച് കഴിഞ്ഞാൽ കുമാരസ്വാമിയെ കരമനയിൽ നിന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ച് കൽമണ്ഡപത്തിൽ കുടിയിരുത്തും. അതിനുശേഷം ആയിരക്കണക്കിന് കാവടി ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് വൻ ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ സരസ്വതി മണ്ഡപത്തിലെത്തി കാവടി അഭിഷേകം നടക്കും. അത് കഴിഞ്ഞ് തട്ടനിവേദ്യവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഭഗവാൻ കുമാരസ്വാമിയെ ദർശിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യും. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും ദിസ്നയാണ് നമ്മോടൊപ്പം ചേർന്നത്. പൂജവെപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ 2 ദിവസം അടച്ചുപൂജ കഴിഞ്ഞ് ഒക്ടോബർ 2-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. 1500-ലധികം കുരുന്നുകളാണ് വിജയദശമി ദിനത്തിൽ ആദ്യ അക്ഷരം കുറിക്കാനായി പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിൽ എത്തിച്ചേരുക.